ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്കാണ്. കമോൺ. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീം ചീസ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഷുഗർ പൊടിച്ചിട്ട് ഇടുക. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിക്കുക. ഒരു കറക്റ്റ് എമൗണ്ട് എത്ര ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തു. അടുത്ത 2 കോഴിമുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിക്കുക. പിന്നെ എഗെയിൻ നമ്മൾ മിക്സ് ചെയ്യുക. പഴയ പ്രോസസ്സ് പോട്ടെ. ലംസ് ഒന്നുമില്ല, നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആയിട്ടായിരിക്കണം മിക്സ് ചെയ്ത് വരുന്നത്. ഇതുപോലെ മിക്സ് ചെയ്ത് വരണം കേട്ടോ. അടുത്ത ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒഴിക്കുക. എഗെയിൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് കുറച്ച് ക്രഞ്ചിനെസ് കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കുക, അത് പൊടിക്കുക. എയർ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ആദ്യം കുറച്ച് ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ പേപ്പർ വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ബിസ്ക്കറ്റ്സ് കറക്റ്റായിട്ട് ലെയർ ചെയ്യുക. പിന്നീട് നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചർ നേരെ കംപ്ലീറ്റ്ലി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 തട്ട് തട്ടുക. ഇത് നേരെ എയർ ഫ്രൈറിലോട്ട് വെക്കുക. എന്നിട്ട് 150 ഡിഗ്രി ഫോർ 25 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്യുക. 25 മിനിറ്റ്സ് കഴിഞ്ഞത് പുറത്തെടുത്തിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇത് കൂൾ ചെയ്തിട്ട് ഒരു 6 hours ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് പുറത്തൊരു പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. എയർ ഫ്രൈറിന് എടുത്തിട്ട് തണുത്തിട്ട് മാത്രമേ നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് കൺസിസ്റ്റൻസിയിൽ ബാധിക്കും. ഓക്കെ. പിന്നെ ടോപ്പിങ്സ് ആയിട്ട് ഞാനിവിടെ ചോക്ലേറ്റാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ് ആയിട്ടുള്ള എന്തും യൂസ് ചെയ്യുക. എന്നിട്ട് ടോപ്പ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.